Hi everyone. Ketogenic diet അഥവാ keto diet ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും കൂടെ ഉള്ള ഒരു ഡയറ്റ് ആണ് ഈ ketogenic diet. ഇതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ keto diet വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. മെയിൻ ആയിട്ട് ഏതൊരു മെഷീൻ റൺ ചെയ്യണമെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി ഓടണമെങ്കിൽ തന്നെ നമ്മൾ അതിന് പെട്രോൾ അടിക്കണം, ഒരു ഫ്യൂവൽ ആയിട്ട് ഒരു സാധനം വേണം. ഏതൊരു മെഷീനും ഒരു ഫ്യൂവൽ വേണം. അതേപോലെ തന്നെ നമ്മളെ ബോഡി റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫ്യൂവൽ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ബോഡി യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ് അഥവാ നമ്മളെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ധാന്യങ്ങൾ ഇതെല്ലാം കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ ഗ്ലൂക്കോസ് ആണ് നമ്മളെ ബോഡിയുടെ ഫ്യൂവലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടുന്നത് ഈ ഗ്ലൂക്കോസ് ഈ ഫുഡുകൾ കഴിക്കുമ്പോഴാണ്. പക്ഷേ ഈ കീറ്റോ ഡയറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് നമ്മൾ കുറയ്ക്കും. അതിന് പകരം നമ്മളെ ബോഡീനെ ഒരു പുതിയ ഫ്യൂവല് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യാണ്. ഈ ഫ്യൂവലാണ് നമ്മളെ ബോഡീൻ്റെ അകത്തുള്ള ഫാറ്റ്. ഈ ഫാറ്റിൽ നിന്ന് കിട്ടുന്ന ലിവർ ഒരു കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളെ ബോഡി റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറച്ചിട്ട് വളരെയധികം കുറയ്ക്കും. 40 ഗ്രാംസിനെക്കാളും കുറയ്ക്കുന്നുണ്ട് ചിലരൊക്കെ ഈ കാർബോ ഡയറ്റിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫാറ്റിന്റെ കണ്ടന്റ് കൂട്ടും. ഇതാണ് ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ, ഏറ്റവും ടോപ്പ് ഓഫ് ദ ലിസ്റ്റിൽ നിൽക്കുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫാറ്റിന്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മളെ LDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളിന്റെ ലെവലും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്, അതാണ് ഏറ്റവും വലിയ ടോപ്പ് ഓഫ് ദ ലിസ്റ്റിൽ നിൽക്കുന്ന റിസ്ക് ഫാക്ടർ. അതാണ്. രണ്ടാമത്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. നമ്മൾ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന ആൾക്കാരാണ്. ഈ കീറ്റോ ഡയറ്റിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസീസ് നമുക്ക് വരുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ലിവറിന്റെ കംപ്ലൈന്റ്. ലിവർ ഓവറായിട്ട് വർക്ക് ചെയ്യാണ്. ഫാറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട് നമുക്ക്. ഈ ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവർ ഓവർ സ്ട്രെസ് ചെയ്യാണ്. അതുകൊണ്ട് ലിവറിന്റെ ഒരു ഡാമേജ് വരുന്നുണ്ട്. അടുത്തത് കിഡ്നി. പ്രോട്ടീൻ വരുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെ പ്രോട്ടീനെ മെറ്റബോളൈസ് ചെയ്യുന്നത് കിഡ്നിയാണ്. സോ കിഡ്നിയും ഓവർ സ്ട്രെസ്ഡ് ആണ്. അടുത്തത് നോർമലി ആസ് യൂഷ്വലി നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടില്ല, ഭയങ്കര ഡിസിനസ് ആയിരിക്കും. അതാണ് അടുത്ത പോയിന്റ്. ഇങ്ങനെ 5 മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഞാനിന്ന് പറയുന്നത്. പിന്നെ ഇത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് നമ്മൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ടതുണ്ട്. സോ നിങ്ങൾ ഒരു കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രീഷണൽ എക്സ്പേർട്ടിന്റെ അഡ്വൈസോട് കൂടിയോ മാത്രം ചെയ്യുക. താങ്ക് യു.